Good morning. Good morning, ma'am. Happy New Year. Happy New Year. നിങ്ങളെ കണ്ടിട്ട് ഒരു മാസത്തിൽ കൂടുതലായി, ശരിയല്ലേ? അതെ മാം. ആരും ഇല്ലല്ലോ ക്ലാസ്സിൽ, എല്ലാരും വെക്കേഷൻ ആണോ? അവധിയാന്ന് വിചാരിച്ചോ? Good morning, ma'am. മോർണിംഗ്. ഇത്രയും പേരൊക്കെ കേറാറുള്ളോ ക്ലാസ്സിൽ? വെക്കേഷൻ ആയപ്പോ ഇച്ചിരി കുറവാണ് തോന്നുന്നു മാം. ഇല്ലെങ്കിൽ ഒരു 12-13 പേരൊക്കെ കേറാറുണ്ട്, 14 പേരൊക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ, പ്രെയർ എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം, ഇല്ല. പ്രെയർ ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരേ ഉള്ളൂ. സോ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളത്. യെസ്. ഇനി നമുക്കൊരു സൈലന്റ് പ്രെയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. നോ പ്രോബ്ലം. ഇറ്റ്സ് അപ് ടു യു. തോട്ട് ഓഫ് ദി ഡേ നമ്രത പറയാന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. ഉണ്ടല്ലോ അല്ലെ, നമ്രത സി അല്ലെ? ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ നമ്രതയാണ്. അപ്പൊ പ്രെയറിന് ആരുമില്ല, സോ നമുക്ക് സൈലന്റ് പ്രെയർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. ഓക്കെ, നമ്രത ആണോ തോട്ട് ഫോർ ദി ഡേ? കുട്ടി മിണ്ടുന്നില്ലല്ലോ. പ്ലീസ്. Ma'am, യെസ്. എന്നോടാണോ പറഞ്ഞത്? നമ്രത തോട്ട് ഫോർ ദി ഡേ ചെയ്യാന്ന് ആരതി പറയുന്നത്. അതെ 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 മാം. ഓക്കെ മാം, സോറി. പറയാം മാം. Time and tide wait for none, meaning time on sloth never comes back. So you sit wisely. Thank you, ma'am. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ചെയ്തിരുന്നോ ക്ലാസ്സിൽ? ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. അപർണ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു അന്നേരം. ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തെല്ലാരും. ആദ്യമായിട്ടാണ് ഓൺലൈനിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത്. അതെ അതെ. യുവർ ലൈഫ് അല്ലെ? ബട്ട് എന്നാലും നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി അല്ലെ? അപ്പൊ ഓൺലൈൻ ആണെങ്കിലും ശരി, നമ്മളത് അതിനെ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം ഭംഗിയാക്കാനായിട്ട് നോക്കും. ഇനി വരുന്നുണ്ട് ഓണം സെലിബ്രേഷൻ. നിങ്ങൾ ഏത് മന്തിലാ വന്നേ? ഓണം കഴിഞ്ഞിട്ടാണോ അതോ ഓണത്തിന് മുമ്പായിരുന്നു? ഓണം കഴിഞ്ഞിട്ടേ മാം. അപ്പൊ ഓണം ഇനി വരുമ്പോ ആ ഓണം സെലിബ്രേഷനും ചെയ്യാം. ഓക്കെ, ഒരു ബാച്ച് 14 ബാച്ച് അവര് ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തില്ല. വേറെ ഒന്നുമല്ല, അവരുടെ ടേം 1 എക്സാമിനേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അവര് 22nd ആണ് ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവര് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇന്നലെ അവരുടെ ക്ലാസ്സിൽ ഞാനായിരുന്നു. അപ്പൊ എനിക്ക് 3 ബാച്ചിന്റെ കൂടെ സെലിബ്രേഷൻ ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. 2 ബാച്ചിന്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേഷനും ഒരു ബാച്ചിന്റെ കൂടെ ന്യൂ ഇയർ സെലിബ്രേഷനും. വാട്ട് എവർ ഇറ്റ് ബി, നമ്മള് എല്ലാ നിമിഷവും നമുക്ക് ആഘോഷിക്കാം അല്ലെ? ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്, ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് തന്നെയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി എന്നോട് ഷെയർ ചെയ്യായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് അത് കടന്നുപോയത്. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പണ്ടൊക്കെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. കാരണം ആളുകൾ മാറുന്നില്ലല്ലോ ചുറ്റുപാടുള്ളത്. ആളുകൾ മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നത്. പക്ഷെ അതിന് ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അത് പഠിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു ദിവസം നമുക്ക് സുഖമായി ജീവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നു. ചില ആളുകൾ വളരെ ഡോൺ കെയർ ആയിട്ട് അതിനെ കാണും. ചിലർ അതിനെപ്പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് വറി ചെയ്യും. അയ്യോ എന്ത് ചെയ്യുന്നു വിചാരിച്ചു. ചിലര് ഓക്കെ, എന്തായാലും ഞാനിത് ഫേസ് ചെയ്യേണ്ടതാണ്, എനിക്ക് മാനേജ് ചെയ്തേ പറ്റും, നമ്മളത് മാനേജ് ചെയ്യും അല്ലെ? അപ്പോ ഈ ഒരു ന്യൂ ഇയറിൽ 2-ാം തീയതി പറയാനുള്ളത് ഞാൻ എല്ലാവർക്കും കൊടുത്തൊരു മെസ്സേജ് ആയിരുന്നു. നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
നമ്മൾ എപ്പോഴും നന്മ നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ലൗഡ് വൺസിനൊക്കെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഹഗ് ചെയ്തിട്ട് പറയും, എല്ലാം ചെയ്യും അല്ലെ. ഇതേ ഫീലിങ്സോട് കൂടി ഞാൻ പറയുകയാണ്, അതിനേക്കാൾ ഉപരി നന്മ നിറയട്ടെ എന്നതിനേക്കാൾ, ഈ ഒരു വർഷത്തിൽ നന്മകൾ നിറയട്ടെ എന്നതിനേക്കാൾ ഉപരി, അത് നടക്കട്ടെ, സ്നേഹവും നന്മയും സന്തോഷവും ഒക്കെ നിറയട്ടെ, അതിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കപ്പെടുന്നവരാൽ നമ്മൾ ആഴത്തിൽ സ്നേഹിക്കപ്പെടട്ടെ. അതാണ് ഈ ഒരു ന്യൂ ഇയറിൽ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടാവും അല്ലെ, അവരാൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കപ്പെട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതാണ്, അപ്പൊ നമ്മളും മറ്റുള്ളവരെ അതുപോലെ തന്നെ സ്നേഹിക്കും. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടുതൽ ഞാൻ ഇതുവരെയും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് സ്നേഹിക്കണം എന്നൊരു ആഗ്രഹം അവരുടെ എല്ലാം മനസ്സിലുണ്ടാകട്ടെ. കുട്ടികളായാലും ചെറിയ എന്താ പറയാ, യൂത്ത് ആയാലും അഡോളസൻസ് ആയാലും പ്രായമായവരാണെങ്കിലും എല്ലാവർക്കും അത് അർഹമായത് തന്നെ. അതെല്ലാവരുടെയും റൈറ്റ്സ് ആണ് അല്ലെ, ടു ബി ലൗഡ് എന്നുള്ളത്, സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അത് എല്ലാവർക്കും കിട്ടട്ടെ, ആ അളവിൽ കൂടുതൽ തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കും. ഓക്കെ, സോ നമ്മൾ എവിടെ വരെയായിരുന്നു? ഒരു മാസത്തെ നല്ലൊരു ഇടവേള. എനിക്ക് ഒരു മാസം എന്നല്ല, പ്രീവിയസ് ക്ലാസ് തന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. യെസ് പ്ലീസ് പറയും. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് മാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ 23 പേജ് നമ്പർ ഫുൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ടോപ്പിക് പറഞ്ഞു തരണേ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്റെ കയ്യിൽ പാർട്ട് 1 യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, എഴുതി വെച്ച് പോവാ. ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞൊരു മാസം തുടങ്ങി ചിന്തിക്കുന്നതാണ്. കാരണം മറന്നു പോകുന്നു പലതും. വേറൊന്നുമല്ല, നമ്മൾ ആ ക്ലാസ് അങ്ങ് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് റീസെറ്റ് ആകും. എന്താ എന്താ കഴിഞ്ഞെന്ന് അങ്ങനെ മനസ്സിൽ നിൽക്കില്ല. അടുത്ത ക്ലാസ്സിലേക്ക് കയറും. അതങ്ങ് പിന്നെ ഒരു സാറ്റർഡേ സൺഡേ വന്നൊരു ബ്രേക്ക് വരുമ്പോൾ ഒട്ടും മനസ്സിലുണ്ടാവില്ല എന്തായിരുന്നു ആ ഒരു 1 വീക്ക് എന്നുള്ളത്. അതിന്റെ ഒരു പ്രശ്നമാണ്. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. വേറൊന്നും കൂടെ ചോദിക്കട്ടെ. യൂണിറ്റ് 1 ഞാനാണോ എടുത്തത്? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. അത് അശ്വിനി മിസ് ആണ്? മാമാണ് എടുത്തത്. ഞാനാണ് എടുത്തത്. ഫസ്റ്റും പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാമാ എടുത്തത്. യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ഞാനാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 6 പോയി. യൂണിറ്റ് 1ന്റെയും യൂണിറ്റ് 2ന്റെയും മോക്ക് ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നോ? ഇല്ല മാം, ഇതുവരെ മാം തന്നിട്ടില്ല. മോക്ക് ടെസ്റ്റ് വേണം. അസൈൻമെന്റ് എനിക്ക് ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇടാൻ കുറച്ച് സമയം കൂടെ എനിക്ക് തരണേ. കാരണം പ്രീവിയസ് ബാച്ചിനെ നോക്കി തീരാനുണ്ട്. അതൊന്ന് ഒതുങ്ങിയതിനു ശേഷം തരാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം നിങ്ങൾ ആഗ്രഹത്തോടു കൂടി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ ചെയ്തെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ തരാൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മള് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഏതാണ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മതി. ക്ലാസ് അന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിങ്ങൾ ബ്രീഫ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? കയറാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ബ്രീഫ് ചെയ്യുന്നത് കുറവാണ്. ആദ്യം ചെയ്യുമായിരുന്നു. ഇപ്പൊ ആരെങ്കിലും എന്താ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ജസ്റ്റ് ടോപ്പിക്കിന്റെ ടൈറ്റിൽ ഇട്ടാലും മതി. ഓക്കെ, പാർട്ട് 1ലെ ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞോ? യെസ് മാം. പാർട്ട് 2 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപർണ മിസ്സും അശ്വതി മിസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ്? പാർട്ട് 2ന്റെ 1ഉം 2ഉം അപർണ മിസ് എടുത്തു കഴിഞ്ഞു. അപ്പൊ അശ്വതി മിസ് 5th ലാംഗ്വേജ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഡിഫൻസ് മെക്കാനിസം തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അപർണ മിസ്, അശ്വതി മിസ്, പിന്നെ ഞാനല്ലേ ഉള്ളൂ, പിന്നെ ജോബ് സാർ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ സൈക്കോളജി പാർട്ട് ഞാൻ എടുക്കും കേട്ടോ. ഓക്കെ. ഓക്കെ,
ഓക്കെ. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എവിടെ വരെ ഫസ്റ്റ് പേജ് കഴിഞ്ഞോ? കഴിഞ്ഞു മാം. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ വരെ പറഞ്ഞിട്ടായിരുന്നു മാം സ്റ്റോപ്പ് ചെയ്തത്. 25th നവംബറിനാണ് മാം ലാസ്റ്റ് ക്ലാസ് എടുത്തത്. നമുക്ക് അത് കഴിഞ്ഞപ്പോ എലക്ഷൻ വന്നതും ഒരു ട്യൂസ്ഡേ അല്ലേ നിങ്ങളുടെ ക്ലാസ്? ശരിക്കും എന്റെ ക്ലാസ് ട്യൂസ്ഡേ ആണോ? അല്ല, യെസ്, അതെ, അതെ, ട്യൂസ്ഡേ ആണ്. അത് ഒരു ദിവസം എലക്ഷൻ ആയിരുന്നു, ഒരു ദിവസം നമ്മുടെ ക്ലോസ് ചെയ്തു. 22nd മൺഡേ ക്ലോസ് ചെയ്തു. 23rd ഞങ്ങൾക്ക് സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ലീവ് എടുത്തു. ഒരു ദിവസം അശ്വതി മിസ്സിന് സുഖില്ലാതെ ലീവ് ആയിരുന്ന സമയത്ത് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് വേറെ ക്ലാസ് ഇരിക്കാറുണ്ടാവും. അതാണ് നമുക്ക് അങ്ങനെ ഒരു മന്ത്. അപ്പൊ ഞാനിങ്ങനെ റിപ്പോർട്ടിങ്ങനെ എടുത്ത് നോക്കിയപ്പോ ഒരു മാസം 16നും 17നും ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. എന്താന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, എനിവേ, നോ പ്രോബ്ലം, ദാറ്റ് വോണ്ട് അഫക്ട് us, നമ്മളെ ബാധിക്കില്ല. ഓക്കെ, സോ നമ്മള് സ്കൂളില് ഇതിന്റെ നീഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികളാണ്. നമ്മൾ പറഞ്ഞു മെന്റൽ ഹെൽത്ത്, അതായത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാ സ്റ്റേജസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ, കൗമാരക്കാരനായിക്കോട്ടെ, ഒരു യൂത്ത് ആയിക്കോട്ടെ, പ്രായം ചെന്നൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടിയല്ലേ, അവനങ്ങനെ വലിയ കാര്യമായി ബാധിക്കില്ല, അതുകൊണ്ട് പിന്നീട് ചെയ്യാം, പിന്നീട് ശരിയായിക്കോളും, വലുതാവുമ്പോൾ ശരിയായിക്കോളും, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാം അഫക്ട് ചെയ്യും. എല്ലാ ഫാക്ടേഴ്സും, ചുറ്റും നടക്കുന്ന എല്ലാ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഒരു ട്രെയിനിൽ ഷെയർ ചെയ്തൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു മോൻ KG സെഷനിലെ മോൻ ക്ലാസ്സിൽ ഫുള്ളി ടെൻസ്ഡ് ആയിട്ടിരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് കുട്ടി ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ക്ലാസ്സിലെ മറ്റു കുട്ടികൾ കളിക്കുന്നതിന്റെ കൂടെ കളിക്കോ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്ര ഇൻവോൾവ് ആവോ ഒന്നും ചെയ്യുന്നില്ല. LKG-കാരനാന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെ ഈ ട്രെയിനി അതിനെ അപ്രോച്ച് ചെയ്ത് എന്താ നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്, ഞാൻ ഇല്ലാത്ത സമയത്ത് അച്ഛൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എന്റെ അമ്മയെ തല്ലു. അവന്റെ ഒരു കൺസേൺ ആണ്. കാരണം അവൻ ചെറുപ്പം തുടങ്ങിയേ കാണുന്ന കാഴ്ച അതാണ്. അവന്റെ അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്നത്. അപ്പൊ അവൻ സ്കൂളിലിരിക്കുമ്പോഴും അവൻ അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പൊ അവൻ എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. LKG-കാരൻ എന്ന് പറയുമ്പോൾ 4-4.5 വയസ്സ് മാക്സിമം, കൂടി ഒന്ന് 5 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ആ ഒരു പ്രായത്തിൽ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്, എവിടെ പോയാലും അവൻ ആ ഒരു ചിന്തയാണ്, അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നുണ്ടോ, അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നുണ്ടോ. അപ്പൊ മെന്റൽ ഹെൽത്ത് ഏതൊരു സ്റ്റേജസിലും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഈ സ്റ്റഡീസ് എല്ലാം പറയുന്നത് അത് തന്നെയാണ്. ഏതൊരു ഘട്ടങ്ങളിലും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു റീസെന്റ് ഒന്നും അല്ല, ശരിക്കും ഒരു 3 years ബാക്ക് എന്റെ ഒരു ഫ്രണ്ട്, കല എന്നാണ് പേര്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ് കല. കേരളം ഉടനീളം ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തി. എനിക്ക് ഭയങ്കര ഇഷ്ടവും റെസ്പെക്റ്റും ഉള്ള ഒരാളാണ് കല. കലയുടെ ഒരു സംരംഭമുണ്ട്, കൂട് എന്നാണ് പറയുന്നത്. കലയും അനിത എന്ന് പറഞ്ഞ വേറൊരു കുട്ടിയുണ്ട്, അത് കുറച്ചുകൂടെ യങ്ങാണ്. ഇവരായിട്ട് തുടങ്ങിയതാണ് ഈ കൂടിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എൻവയോൺമെന്റിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനും ഇപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു കണ്ടന്റിന്റെ സിലബസ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തു. കുട്ടികളുടെ ഡെവലപ്മെന്റിന് എന്തെല്ലാം വേണം, അപ്പൊ അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി മോണ്ടിസോറി ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അത് ഏറ്റെടുത്തു. അതിന് വേണ്ടുന്ന ഒരു സിലബസ്, ആ ഒരു എങ്ങനെ വേണം കാര്യങ്ങൾ ഒരു കണ്ടന്റ് വരുന്ന സിലബസ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത് പ്രഗ്നന്റ് ആയ ലേഡീസിന് അവരുടെ ഹസ്ബൻഡിനും ലൈഫ് പാർട്ട്ണർക്കും ഒരു അവയർനെസ് സെഷൻ കൊടുക്കാം. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ പ്രഗ്നൻസി സമയത്തും, കാരണം അകത്ത് കുഞ്ഞി കിടക്കുകയാണല്ലോ, അപ്പൊ അമ്മയുടെ ഒരു മെന്റൽ സ്റ്റാറ്റസും ആറ്റിറ്റ്യൂഡും അമ്മയുടെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. നല്ല ഭക്ഷണം കഴിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം, ടെൻഷൻ പാടില്ല, അങ്ങനെ മരണ വീടുകളിൽ പോകരുത്, കാരണം ടെൻഷനുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകരുത്, അങ്ങനെയുള്ള നല്ലതല്ലാത്ത വാർത്തകളൊന്നും ചിലപ്പോൾ അറിയിക്കില്ല ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയെ.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ തോമസ് എബ്രഹാം സാറ് ഞങ്ങളോട് പറഞ്ഞു, അവിടെ നിന്നല്ല നമ്മൾ തുടങ്ങേണ്ടത്. ഒരു കുഞ്ഞ് വേണം എന്ന് ഈ ലൈഫ് പാർട്ട്നേഴ്സ് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്കൊരു കുട്ടി വേണം എന്നവര് ചിന്തിക്കുന്ന സമയം തുടങ്ങിയിട്ട് ഇവർക്ക് അവയർനെസ് കൊടുക്കണം. സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ചില മനുഷ്യര് മദ്യപാനികളായിട്ടുള്ള മനുഷ്യരുണ്ടാവുമല്ലോ, അവര് ഈ മദ്യപിച്ചു വന്നിട്ട് ഭാര്യയുടെ മേൽ കാണിക്കുന്നതിൽ ഉണ്ടാകരുത് ഒരു കുട്ടി. ആ ഒരു പ്രോസസ് നടക്കേണ്ടത് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല, വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും അവരിയ്ക്കുമ്പോൾ വേണം അങ്ങനെ ഒരു കുട്ടി. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു വയലൻസിലൂടെ ജന്മം എടുക്കരുത് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പ് എന്നാണ് സാർ ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആകും, അതായിരുന്നു പ്രശ്നങ്ങൾ. ഞങ്ങളുടെ ചലഞ്ച് അത് തന്നെയായിരുന്നു. കാരണം ആരും അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഒരു പക്ഷേ സ്ത്രീകൾ വരുമായിരിക്കും, പുരുഷന്മാർ വരുന്നത് തന്നെ വളരെ പ്രശ്നം തന്നെയാണ്. പല റിലീജിയന്റെ ഭാഗമായിട്ട് നമുക്കറിയാം പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ ഇതും ഒന്ന് അപ്ലൈ ചെയ്യണം, നല്ല രീതിയിൽ അത് കൊണ്ടുവരണം. ഇനീഷ്യലി നമുക്കറിയാം കുറെ ചലഞ്ചസും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സിസ്റ്റത്തിന്റെ ചില പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് ഗവൺമെന്റിന്റെ ഒരു ഇതോടുകൂടി നമുക്കിത് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹോസ്പിറ്റലുകളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും, അംഗൻവാടികളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യണം, അങ്ങനെ താഴെ തട്ടിൽ നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പൊ മാരേജ് ആയിട്ടുള്ളവരുടെ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴേക്കും അതൊക്കെ നല്ലൊരു ചലഞ്ചസ് ആണ്. അപ്പൊ അതിങ്ങനെ അണ്ടർ പ്രോസസ്സിലാണ് അതിങ്ങനെ നടക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണല്ലേ, നമ്മള് ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു അവയർനെസ് സെഷന് പോകണം. കല എന്നോട് ഷെയർ ചെയ്യട്ടെ, വളരെ കുറച്ചു പേര് ഒരു പക്ഷെ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ആ രീതിയിൽ പോകും. കല പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കല പറയാ കല്യാണം കഴിഞ്ഞൊരു 25 വർഷം കഴിഞ്ഞ കപ്പിൾസ് കലയുടെ അടുത്ത് വന്നു, ഒരു കപ്പിൾ തെറാപ്പിക്ക് വന്നതാ. അപ്പൊ സാധാരണ തെറാപ്പിക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവര് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ കാണാനായിട്ട് വരും. പക്ഷെ ഇവര് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറയുക, അങ്ങനത്തെ അവർക്ക് ഇനിയും അവരുടെ ജീവിതം മനോഹരമാക്കണം, അതിന് വേണ്ടിയിട്ടൊരു സെഷനാണ് അവർ വന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു കപ്പിൾസ് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഉള്ള എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് തന്നെ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, അവരെല്ലാം ഹാപ്പി ആയിട്ട് പോവാം. പക്ഷെ അവർക്ക് ഇനിയും അവരുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾ തെറാപ്പിക്ക് വന്ന കാര്യം കലയിനോട് ഷെയർ ചെയ്യണ്ടായി. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ഒരു കുഞ്ഞ് വേണം എന്ന ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ അവര് തമ്മിൽ സംസാരിച്ച് അവരത് നമുക്കതിന് എന്തെങ്കിലും സപ്പോർട്ട് എടുക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർക്ക് അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ കുട്ടികളിലെ പല പ്രശ്നങ്ങളും, അതായത് കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ അവർക്ക് ഒട്ടും മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല, ഇമോഷണലി അവർ അൺസ്റ്റേബിൾ ആണ്, ഏത് ഏജിലുള്ള കുട്ടികളാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ അവരുടെ അഡിക്ഷൻ, സബ്സ്റ്റൻസ് അബ്യൂസിന് അഡിക്ഷൻ ആയിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ ഏജ് ചെല്ലുമ്പോഴേക്കും ആണ്, അതൊരു വിഭാഗമാണ്. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ അഡിക്ഷൻ ആയിരിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ്. അതിന്റെ ആ നെറ്റ്വർക്കിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും നമുക്ക് ആ 2 വർഷത്തെ ആ പിള്ളേരെ ശരി അവരൊക്കെ അങ്ങനെ ആയിപ്പോയി. ഫോഴ്സ്ഫുള്ളി നമുക്ക് അവരെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുത്തേണ്ടി വന്നു. അത് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, അവരും ഇതുപോലെ തന്നെ ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസിലാണ്. അതിന് മെയിൻ കാരണം ഫാമിലി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ നമുക്ക് അവരുടെ ഒരു ഈ മൊബൈൽ യൂസ് അല്ലെങ്കിൽ മറ്റു ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മളും ഉപയോഗിക്കുന്നുണ്ട്, അവരും കാണുന്നുണ്ട്. അച്ഛനും അമ്മയും നടക്കുന്ന വഴിയിലും എണീറ്റ ഉടനെയും ഉറങ്ങാൻ പോകുമ്പോഴും ഇത് തന്നെ അവരുടെ കയ്യിൽ കാണും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല, നമുക്ക് പക്ഷെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് സ്പേസ് അവർക്ക് കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നതിനേക്കാളും ഒരു ലൈഫ് ജേർണി എന്ന് തന്നെ പറയാം, ജീവിത യാത്ര തന്നെയാണ്. അപ്പൊ ഇതില് നമ്മൾ കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചേർന്നിരുന്ന്, കുഞ്ഞുങ്ങളുമായി ചേർന്നിരുന്ന്, എല്ലാവരുമായിട്ടിരുന്ന് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ആ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിലർ കുട്ടി പറയുമായിരുന്നു, ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞിരുന്നോ?
നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് പല ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഹാൻഡ് വാഷിംഗ് ടെക്നിക്. ഒറ്റച്ചാട്ടില് നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ഞാനിങ്ങനെ കയ്യില് ഇങ്ങനെ സ്റ്റിക്ക് പിടിച്ചിട്ട് അങ്ങനെ ചെറിയ പ്ലക്കാർഡ് പോലെ അങ്ങനെ ആ കുട്ടി അതുപോലെ ചെയ്യാന്ന് വിചാരിച്ച് ആ പിക്ചറൊക്കെ വരയ്ക്കോ പ്രിന്റ് എടുക്കുക ഒരു അങ്ങനെയൊക്കെ ആക്കി വെച്ചു. പക്ഷെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചില്ല. അപ്പോഴേക്കും ഉറക്കം വന്നു. ഞാൻ കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആൾ എണീറ്റ് നോക്കുമ്പോ കാണുന്ന കാഴ്ച കംപ്ലീറ്റ് കാർഡ്ബോർഡിലേക്ക് മോൾ ഒട്ടിച്ചു വെച്ചിരിക്കുവാണ്. അപ്പൊ അത്രയും അവർ ഇൻവോൾവ് ആണ്. ചിലര് പറയും വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അവര് ചോദിക്കുന്നത് ഇന്ന് നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലെ ക്ലൈമറ്റ് തന്നെ മാറുവാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നതിന് ഓടി വന്ന് അമ്മയുടെ മൊബൈൽ എടുക്കുന്ന കുട്ടി അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും അല്ലെ, സാറ്റ് കളിക്കുക, പിന്നെ എന്താ പറയാ ചെറിയ വീട് കളിക്കുക, അങ്ങനെ ഇങ്ങനെ കുറെ കളികളൊക്കെ നമുക്കുണ്ടായിരുന്നു അല്ലെ. മണ്ണിലും മരത്തിന്റെ മുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് അത് കുറെയൊക്കെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ പലപ്പോഴും ഇങ്ങനെ കുട്ടികളിലെ ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ള ഓപ്പൺ ഫോറത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ ചിലയിടത്തൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം ഇവരെല്ലാം ചെന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഇതിനുള്ള ഏക മാർഗം. വളരെ എമിനന്റ് പേഴ്സൺസ് വരുന്ന ഒരു ഫോറം ആയിരിക്കും കേട്ടോ. അതായത് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാകും, പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഉണ്ടാകും, പിന്നെ റിസർച്ചേഴ്സ് ഉണ്ടാകും, പോലീസ് സൈഡിൽ നിന്ന് ഭയങ്കര ഹയർ ഒഫീഷ്യൽസ് ഉണ്ടാകും, പിന്നെ അങ്ങനെ പല പല മേഖലയിലുള്ള ആൾക്കാർ, എഡ്യൂക്കേറ്റേഴ്സ്, അങ്ങനെ പല ആളുകൾ ഉണ്ടായിരിക്കും. അവരെല്ലാവരും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക കുട്ടികൾക്ക്. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് അത് തന്നെയല്ലേ, ലൈഫ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യലല്ലേ. അതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഈ മെത്തേഡ് ഒട്ടും കാലഹരണപ്പെട്ടു പോയില്ല. അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയൊന്നും ചെയ്തില്ല. അത് വർഷങ്ങളോളം ഭയങ്കര പോപ്പുലർ ആയിട്ട് വരികയാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ ഹയർ ക്ലാസ്സുകളിലേക്ക് ടീച്ചേഴ്സിന് ഇത് മനസ്സിലായി കഴിയുമ്പോൾ അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. ട്യൂഷന്റെ രീതികൾ മാറും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ വ്യത്യാസങ്ങൾ വന്നു. അപ്പം ഈവൻ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്ത സമയത്തും ഇവർ ഭയങ്കരമായിട്ട് ചലഞ്ചസ് അനുഭവിച്ചിരുന്നു. അതായത് അവർ ഇറ്റലിക്കാരിയാണ്. അവിടെ അവര് ലോകമഹായുധങ്ങൾ രണ്ടും കണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിന് വളരെ വേദനിച്ച ഒരു മനസ്സിനുടമയാണ്. അങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അത് കൂടാതെ തന്നെ ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറും ഇറ്റലിയിലെ മുസോളിനിയുടെയും ഭയങ്കര ഓട്ടോക്രാറ്റിക് റൂള്, ഏകാധിപതികളായിരുന്നല്ലോ അവരെന്താ മുന്നിൽ വരുന്നവരെ, അവർക്ക് തടസ്സമായി വരുന്ന ആളുകളെ കൂട്ടുന്നതിന് ഒട്ടും മടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ടുപേരും ദുഷ്ടന്മാരായിരുന്നു. കോമ്പറ്റീഷൻ ആയിരുന്നു തോന്നുന്നു ആരാണ് ഏറ്റവും വലിയ ദുഷ്ടന്മാരായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഉദ്ദേശം അതായിരുന്നു. അപ്പൊ മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോഴേക്കും ആദ്യം ഇവരിത് ആക്സെപ്റ്റ് ചെയ്തു. ഇറ്റലിയിലും ജർമ്മനിയിലും ഇതിനൊരു വളരെയധികം ആക്സെപ്റ്റൻസ് വന്നു. പക്ഷെ ഇവരുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാണ്. ഒരു ഹ്യൂമാനിറ്റേറിയൻ മെത്തേഡാണല്ലോ, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. എല്ലാവരും തമ്മിൽ സ്നേഹമാകണം, അങ്ങനെ ലോകം മുഴുവനും ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള അങ്ങനെ ആകണം എന്നുള്ള ആഗ്രഹത്തോടെ മറിയ മോണ്ടിസോറി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളൊന്നും ഇല്ലാണ്ടാക്കും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്തോ ബാൻ ചെയ്തു. ഇറ്റലിയിലും ജർമ്മനിയിലും ബാൻ ചെയ്തു. സ്കൂളുകൾ അടയ്ക്കപ്പെട്ടു, ചെയ്ത സ്കൂളുകൾ. പിന്നെ ദുഷ്ടന്മാർ എത്ര വലുതായാലും പെട്ടെന്നായിരിക്കും അവരുടെ ഒരു പതനം അല്ലെ. രണ്ടുപേരും മരിച്ചു. ഈ ഹിറ്റ്ലറിനും മുസോളിനിക്കും അന്ത്യം സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സ്കൂളുകളെല്ലാം റീഓപ്പൺ ചെയ്തു. ഈ മെത്തേഡ് എല്ലായിടത്തും വീണ്ടും പോപ്പുലർ ആവാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ നമ്മളുടെ വീട്ടിലെ ഒരു കോർണറിൽ ഇരുന്ന് ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് കാരണം അന്ന് പറയാം മോണ്ടിസോറി ഇത് ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും മെന്റൽ ഹെൽത്ത് അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഈ കുട്ടികളുടെ ചെറുപ്പത്തിൽ നമ്മളുടെ ഓരോരോ വളർച്ചയുടെ ഓരോരോ ഘട്ടങ്ങളും പ്രീവിയസ് പീരീഡുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. ഒരു പ്രീവിയസ് പീരീഡുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. നമുക്കിപ്പോ ഇന്നലെ നമുക്കൊരു വിഷമം ഉണ്ടായി, നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും വരുന്ന ദിവസങ്ങളിലെല്ലാം ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പീരീഡിലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിന്റെ അടുത്ത പീരീഡിന്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് മിസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓരോ വളർച്ച ഓരോ ഏജിലും അടുത്തതിന്റെ അതായത് ഇപ്പൊ കുട്ടി കമഴ്ന്ന് വീഴുന്നു, ഫിസിക്കൽ ഡെവലപ്മെന്റ് തന്നെ എടുക്കും. കുട്ടി കമഴ്ന്ന് വീഴും, ആ ഒരു ഫുൾ ബോഡിയെ അങ്ങനെ ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ചെറിയൊരു കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ആ കുട്ടി എടുക്കണ്ടാവൂലേ. അങ്ങനെ ഫുൾ ബോഡിയെ മറിക്കാനായിട്ട് അവന് പറ്റും. അത്
അത് നമ്മൾ അവർ എടുക്കുന്ന എഫേർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പെട്ടെന്നായിരിക്കും അവര് കമിഴ്ന്ന് വീഴുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവര് എഴയാനായിട്ട് ശ്രമിക്കും. അവരുടെ വലിയ മസിൽസ് ആദ്യം അങ്ങ് ഡെവലപ്പ് ചെയ്യുക, അവർ എഴയാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഓരോ ഡെവലപ്മെന്റും പ്രീവിയസ് ഡെവലപ്മെന്റിന്റെ ആ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് വരുന്നത്. മെന്റൽ ഹെൽത്ത് സ്കൂളുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ കയ്യിലാണ് ഈ കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ അറിയണം നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഉള്ളിലൂടെ പോകുന്ന കാര്യങ്ങൾ, അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകണം അവരെന്തൊക്കെയാണ് അവര് അനുഭവിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തതിന്റെ പലതും ഓരോ കുട്ടി അനുഭവിച്ചു പോകുന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു കുളത്തിൽ വീണെന്തോ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, സൂയിസൈഡ് ആണെന്ന് സംശയിക്കുന്നു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക, ഒരു ആറ് വയസ്സാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, 6 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാ സൂയിസൈഡ് ചെയ്യുക? അങ്ങനെ ചിന്തിക്കാൻ അതിന് പറ്റും. ശരിക്കും മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആകാം, കുട്ടി കാണുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാകാം, അങ്ങനെ പിന്നെ വഴക്ക് പറഞ്ഞതിന്റെ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നല്ലോ ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ദേഷ്യം വന്നിട്ട് എടുത്ത് ചാടിയതാകാം, എന്താ സംഭവിച്ചെന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും ഒരു 6 വയസ്സുകാരൻ ചിന്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ട്, തല്ലി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. വീട്ടിലും നമ്മളെ പലപ്പോഴും ശകാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഒട്ടും പറ്റുന്നില്ല. അവർക്ക് വഴക്ക് കേൾക്കുന്നതേ ഭയങ്കര. ഞാനിപ്പോ ഡ്രൈവിംഗ് ക്ലാസ്സിന് ആ ടീച്ചർ പറയായിരുന്നു, നല്ലൊരു ടീച്ചറാണ്, ലേഡി. അപ്പൊ എനിക്ക് അവര് ഭയങ്കര ഇഷ്ടം. ഞാൻ 20 വർഷം മുമ്പ് എനിക്ക് ലൈസൻസ് ഉള്ളു. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, എന്റെ ലൈസൻസ് എക്സ്പയർ ആയി, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ എനിക്കിപ്പോ അതൊരു അത്യാവശ്യം, ഡ്രൈവിംഗ് ഒരു അത്യാവശ്യമാണ്. ഹസ്ബൻഡിന് ഇപ്പൊ ചില ആരോഗ്യ പ്രശ്നം കാരണം വണ്ടി എടുക്കാൻ ദൂരെ ഓടിക്കില്ല. ഞാൻ ഉടനെ ഓടിക്കുന്നുള്ളതല്ല, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം എന്ന് കരുതി ചെന്നപ്പോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാല് ഭയങ്കരമായി നമ്മളെ കറക്റ്റ് ചെയ്യും. അതാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. അപ്പൊ മോൾ ആദ്യം പഠിച്ചു, ലൈസൻസ് എടുത്തു. അപ്പൊ അവളെ എന്നോട് പറഞ്ഞു, അമ്മ നോക്കിക്കോ, നല്ല ചീത്ത പറയും ടീച്ചർ എന്ന് പറഞ്ഞു. ദിവസവും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ മോൾ എന്നെ വിളിക്കുമ്പോ എന്നോട് ചോദിക്കും, ഇന്ന് ചീത്ത കേട്ടോ? ഞാൻ പറഞ്ഞു, പ്രണവി, അവളുടെ പേര് പ്രണവി എന്നാണ്. പ്രണവി, എനിക്ക് അതൊരു വഴക്കായിട്ട് തോന്നിയതേ ഇല്ല. നമ്മളെ ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ അതൊരു വഴക്കായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ വണ്ടിയിലിരിക്കുന്ന എന്റെ ജീവനും റോഡിലൂടെ പോകുന്ന ജീവനും എല്ലാത്തിന്റെയും ഉത്തരവാദികൾ നമ്മളാണല്ലോ. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അവര് നമ്മളെ കറക്റ്റ് ചെയ്തത്. ടീച്ചർ എന്നോട് പറയായിരുന്നു, ഒരു ദിവസം ഭയങ്കര ഡൗൺ ആയിട്ട്, ആള് ഭയങ്കര എന്നെക്കാളി യങ്ങാണ് കേട്ടോ, 30+ എന്നാലേ കാണുള്ളൂ. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു. ഫോൺ ചെയ്തപ്പോ തന്നെ സൗണ്ട് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടാ പറഞ്ഞേ, അന്ന് ടെസ്റ്റ് ആയിരുന്നു, ലൈസൻസ് എടുക്കുന്നതിന്റെ ടെസ്റ്റ് ആയിരുന്നു. വളരെ യങ്ങായിട്ടുള്ള 3 കുട്ടികൾ ഉണ്ടായിരുന്നു. 3 പേരും ഫെയിലായിരുന്നു. ഫെയിൽ ആയതിന്റെ അല്ല പുള്ളിക്കാരിക്ക് വിഷമം, ഈ വന്ന വെഹിക്കിള് ടീച്ചറെ കളിയാക്കി. ടീച്ചറുണ്ടായപ്പോ പിള്ളേരെ ഒന്നും പഠിപ്പിക്കാതെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പൊ അതിന്റെ വിഷമം അവർക്കുണ്ട്. പിള്ളേർ അവരോട് പറഞ്ഞു, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഞങ്ങളോട് പെരുമാറിക്കൂടെ, എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത് പറഞ്ഞു. എല്ലാം കൂടെ കേട്ടപ്പോഴും പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിപ്പോയി. എനിക്കും അത് കേട്ടപ്പോ ഒരു വിഷമം വന്നു. ഞാൻ പറഞ്ഞു, ടീച്ചർ കുറച്ച് സൈക്കോളജിക്കലായിട്ട് അവരെ ഫേസ് ചെയ്യണം, അവരെ കാണണം. നമ്മളുടെ കയ്യിലാണ് പലരുടെയും ജീവനുള്ളത്. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു ഇത് അവർക്ക് വരും. അങ്ങനെ അവർ ആ രീതിയിൽ ഒന്ന് കാണണം. അതിനെ കുറിച്ചൊരു ടെൻഷൻ. ഞാൻ പറഞ്ഞു, മോള് ദിവസവും ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയും, വഴക്ക് കേട്ടോ. ഞാനിങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്നെ കറക്റ്റ് ചെയ്യാനാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അപ്പൊ ശരിക്കും ആ നല്ല രീതിയിൽ ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർ ഭയങ്കര ഡൗൺ ആയി പോയായിരുന്നു. നമ്മളുടെ ഈ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊക്കെയാണ്. എന്തൊക്കെയാണ്? നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മളുടെ ആക്ഷൻസ്. കാരണം വേറെയും പിള്ളേര് ബാക്കിൽ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്നെ ഇങ്ങനെ പറയണത്, ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. പിന്നെ എനിക്ക് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും പറ്റുന്നു. പണ്ടൊക്കെ ഞാനാണെങ്കിൽ പക്ഷെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നേനെ. ഓക്കെ, പക്ഷെ അങ്ങനെ നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളുടെ തോട്ട് പ്രോസസ് ശരി, ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ ടീച്ചർ ഇത്ര ഹാർഷായിട്ടുള്ളതാണ് ചിന്തിക്കുന്നത്. ഞാൻ പിന്നെ അത് മനസ്സിലാക്കി, അത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശരിക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ എന്റെ ഫീലിങ്സ്,
ഞാൻ ആക്ഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ഇഷ്ടമായി, അവരെന്നെ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ആക്ഷൻസ് ഇതെല്ലാം നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ അതാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക്, അപ്പൊ ടീച്ചർക്ക് ഒറ്റ മോളേ ഉള്ളൂ, 8th-ലോ 9th-ലോ പഠിക്കുന്ന കുട്ടി. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടി ആദ്യം ചെയ്യുന്നത് റൂമിലേക്ക് കയറിയിട്ട് കഥക് അങ്ങ് വലിച്ചടയ്ക്കുക. ഇവിടുത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ടീച്ചർ പറയുകയായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു ചെറിയ പ്രായത്തില് പഠിക്കുന്ന സമയത്ത്. നമുക്കൊരിക്കലും ജനറേഷനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് സംഭവം ഇവരെ ഒന്ന് മാറ്റിയെടുക്കാം. ഇവരുടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആക്കിയെടുക്കാൻ നമുക്ക് പറ്റും കുട്ടികളെ. അതിന് നമുക്ക് ചെറുപ്പത്തിലേ ഇവരെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ ഒരു ചെറുപ്രായത്തിലേ തുടങ്ങുവാണെങ്കിൽ. പക്ഷെ അഡോളസൻസിൽ എത്തുമ്പോഴും കുട്ടികൾക്ക് മാറ്റം വരും നമ്മളുടെ സമീപനം കൊണ്ട് തന്നെ. അവർ ആക്സെപ്റ്റ് ചെയ്യും. വളരെ എന്താ പറയാ, ഈ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കുട്ടി ചിലപ്പോൾ ഒരു ടീച്ചറിനെ നല്ലപോലെ അനുസരിക്കുന്നത് കാണാം. കാരണം ആ ഒരു ആക്സെപ്റ്റൻസ് ആണ് കുട്ടികൾക്കുണ്ട്. അവരെക്കാൾ മുതിർന്ന ഒരാളെ, ഒരു അഡൾട്ടിനെ അവർ എപ്പോഴും ഫോളോ ചെയ്യും. അവർക്ക് അപ്രോച്ച് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അഡൾട്ട്. ആ അഡൾട്ട് റൈറ്റ് മെസ്സേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ടെൻഷനേ വേണ്ട. അതേസമയം റോങ് വേയിൽ പോകുന്നതാണെങ്കിൽ അങ്ങനെയും പറ്റും. നെഗറ്റീവ് ഫാക്ടേഴ്സ് സംഭവിക്കാം. കുട്ടി അപ്രോച്ച് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്ന ആ അഡൾട്ടിന് കുട്ടിയെ തിരുത്താനായിട്ട് പറ്റും. ഓക്കെ, മെന്റൽ ഹെൽത്തിന്റെ ഈ സ്കൂളിലെ നീഡ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ മെന്റൽ ഹൈജീൻ നെക്സ്റ്റ് പേജ് കേട്ടോ. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അതില് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ അതില് നമുക്ക് ശരിക്കും ഹെഡിങ് അത് വേണമെന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ യൂണിറ്റിന്റെ ഹെഡിങ് ആയിട്ട് അതുണ്ട്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ശരിക്കും ഇതിന് ഹെഡിങ് കൊടുക്കുന്നത് മെന്റൽ ഹൈജീൻ ആണ്. ആ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണാം. മെന്റൽ ഹെൽത്ത് ഈസ് ദ സയൻസ് എന്ന് പറഞ്ഞു. ഹെൽത്ത് അല്ല, ഹൈജീൻ എന്ന് കറക്റ്റ് ചെയ്യാം. ദാറ്റ് ഡീൽസ് വിത്ത് ദി കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിന്റെ കെയർ ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ. അത് വീണ്ടും മെന്റൽ ഹെൽത്ത് ആവില്ലല്ലോ. അപ്പൊ അവിടെ മെന്റൽ ഹൈജീൻ കറക്റ്റ് ആണ്. Mental hygiene is the science that deals with the care and promotion of mental health as well as the prevention of mental illness. ഇനി അവിടെ നിന്നൊരു ആറാമത്തെ ലൈൻ, അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ നിങ്ങൾക്ക് കാണാം. കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറയുന്നത് 2 ഓതേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ക്രോ ആൻഡ് പ്രോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ കട്ട്സ് ആൻഡ് മോസ്ലി 2 ഓതേഴ്സ് ആണ്. അവർ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അവിടെ പറയുന്നത്. കട്ട്സ് ആൻഡ് മോസ്ലി മെന്റൽ ഹെൽത്ത് എന്നുള്ള വേർഡും കൂടെ ചേർക്കാം. മെന്റൽ ഈസ് ദ എബിലിറ്റി അല്ല, മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി. അങ്ങനെ ഒരു 2 കറക്ഷൻ ആ ഒരു പാരഗ്രാഫിലുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി അത് ആരാ ഒന്ന് റീഡ് ചെയ്യാം ആ ഒരു പാരഗ്രാഫ്. യെസ് പ്ലീസ്. Good morning, ma'am. Mental health and mental hygiene. Mental hygiene is the science that deals with the care and promotion of mental health as well as the prevention of mental ill health. The aim of mental hygiene is to try to achieve better mental health. Mental health is the process of continuous adjustment to the environment by the individual. Mental hygiene is the means of attaining healthy personal and social adjustment. According to Katz and Mosley, mental health is the ability to adjust satisfactorily to the various strains of the environment we meet in life, and mental hygiene is the means we take to assure that adjustment. In short, mental hygiene is the means we take to assure this adjustment. In short, mental hygiene and mental health may be differentiated as means and ends. Mental hygiene is a means to make people conscious of mental health. It provides means and measure to attaining mental health. Thank you, ma'am. So, mental hygiene എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. നമ്മളുടെ മെന്റൽ ഹെൽത്തിന്റെ കെയറും പ്രൊമോഷനും ഡീല് ചെയ്യുന്ന ഒരു സയൻസ്. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഒരു ഇൽനസ്,
ഒരു അസുഖം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുകയും വേണം. അതും കൂടെ ഡീല് ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ നമ്മൾ പഠിച്ചു, നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം അത് നമ്മൾ നോക്കുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള ഹൈജീൻ അത് നോക്കുന്നു, നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ഭക്ഷണ രീതി ഹൈജീനിക് ആകുന്നു, നമ്മുടെ റൊട്ടീൻ അത് ഹൈജീനിക് ആകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതൊരു സയൻസ് ആണ്. അതിന്റെ മെന്റൽ ഹെൽത്തിന്റെ പ്രൊമോഷനും കെയറും ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. കൂടാതെ മെന്റൽ ഇൽ ഹെൽത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ മെന്റൽ ഹൈജീന്റെ എയിം എന്ന് പറയുന്നത് ബെറ്റർ മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കരമായൊരു പ്രശ്നം നടക്കുന്നു. പല രീതിയിൽ ആളുകളെ അതിനെ കാണാം. ചിലര് ആ പ്രശ്നത്തിൽ ചെന്ന് വഴക്കുണ്ടാക്കാം, കൂടുതൽ അതിനെ പ്രശ്നമാക്കുന്നു, അങ്ങനെയുള്ളവരുണ്ടാകും. ചിലരത് സോർട്ട് ചെയ്യും. ഈ രണ്ട് കാറ്റഗറിയുടെ മെന്റൽ ഹെൽത്തിന്റെ ഡിഫറൻസ് ആണ്. മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം ചില പ്രോബ്ലങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചിന്തിക്കാനുള്ള വിവേക ബുദ്ധി അതും നമ്മുടെ മെന്റൽ ഹെൽത്തിന് കാരണം തന്നെയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റുമായിട്ട്, ആ ഒരു ചുറ്റുപാടുമായിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നു, അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നു. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് പൊരുത്തപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ അയാളുടെ മെന്റൽ ഹെൽത്ത് ഹൈ ആണെന്ന് തന്നെ പറയാം. ഇനി ഇങ്ങനെ പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം സഹിക്കുക എന്നുള്ളതല്ല കേട്ടോ അതിന്റെ മീനിങ്. ചില ആളുകളെ കണ്ടിട്ടില്ല, ഒരു വെള്ളം പോലെയാ, ഏത് കുപ്പിയിൽ ഒഴിച്ചാലും ആ കുപ്പിയുടെ ഷേപ്പ് ആയിരിക്കും. അങ്ങനെ അതായത് ഏത് സാഹചര്യവുമായിട്ട് അവരങ്ങ് അഡ്ജസ്റ്റഡ് ആയിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു എന്നാണ് അതിൻ്റെത്. ഒരു അഡാപ്റ്റേഷൻ അറിയാം, മോണ്ടിസോറി ഭയങ്കര ആയിട്ട് പറയുന്ന ഒരു വേർഡാണ് അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ഒരു റിലീജിയസ് ബിലീഫിൽ മാരേജിൽ ഇങ്ങനെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നതിന്റെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഇതൊരു മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ആ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രം എപ്പോഴും സഹിക്കണം എന്നുള്ളതല്ലല്ലോ, രണ്ടുപേരും. കുറച്ചു മുമ്പ് കപ്പിൾ തെറാപ്പിക്ക് വന്ന ഒരു കപ്പിൾസിനെ പറ്റി പറഞ്ഞില്ലേ, അവർ ശരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരും പരസ്പരം ഒരു പൊരുത്തപ്പെടാനായിട്ട് തയ്യാറായി. അങ്ങനെ വരുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമായി തീരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ചുറ്റുപാടുമായിട്ട്, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളാണ്, സോഷ്യലി ആക്സെപ്റ്റബിൾ ആകുക എന്നുള്ളത് ഒരു കാര്യമാണ് അല്ലെ. ചില ആളുകളെ പറ്റി നമ്മൾ പറയില്ലേ, ആള് ഭയങ്കര ഫ്ലെക്സിബിളാ, നമുക്ക് എന്ത് കാര്യവും പറയാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ചിലരെ പറ്റി നമ്മൾ പറയില്ല, ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറയും. അത് ഒരു മെന്റൽ ഹെൽത്തിലെ ഡിഫറൻസ് ആണ്. ഇപ്പൊ ഇവിടെ കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറയുന്നത് രണ്ട് ഓതേഴ്സ് ആണ്, നോർമ ഇ കട്ട്സും നിക്കോളാസ് മോസ്ലി. അങ്ങനെയാണ്. നിങ്ങൾ കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഫുൾ പേരും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവര് മെന്റൽ ഹെൽത്തിനെ കുറിച്ചും മെന്റൽ ഹൈജീനിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് വേരിയസ് എൻവയോൺമെന്റിൽ വരുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും അതുമായിട്ടൊക്കെ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോ അവര് പറയുന്നത് ഒന്ന് മീൻസും ഒന്ന് എൻസുമാണ്. അങ്ങനെ മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള മാർഗമാണ് ശരിയായ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, എൻഡ് റിസൾട്ടിലേക്ക് എത്താനുള്ള മീൻസ്, മാർഗം, വഴി ഒക്കെയാണ്. ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു കാര്യം ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. മാർഗം എന്തുമായിക്കോട്ടെ, ലക്ഷ്യം കണ്ടാൽ മതി എന്ന് പറയില്ലേ, ഞാൻ അതിനോട് വളരെ യോജിക്കാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വാക്കാണത്. നമ്മളുടെ മാർഗവും ശരിയായിരിക്കണം, എന്നാൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി തോന്നുള്ളൂ. കുറെ ആളുകൾ ഇപ്പം അഡോൾഫ് ഹിറ്റ്ലർ, മുസോളിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവർക്കെല്ലാം വെട്ടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു. അതിന് അവർ സ്വീകരിച്ച മാർഗവും വളരെ ക്രൂരവും പൈശാചികവുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോ ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ മീൻസ് ആൻഡ് എൻഡ്സ്. മീൻസ് എന്ന് പറയുന്നത് മെന്റൽ ഹൈജീനും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തുമാണ്. നമ്മുടെ ലക്ഷ്യം മെന്റൽ ഹെൽത്ത് ആണ്, അതിലേക്കുള്ള നമ്മളുടെ മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. അതുകൊണ്ടാണ് മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മീൻസും മെഷേഴ്സും മെന്റൽ ഹൈജീൻ പ്രൊവൈഡ് ചെയ്യുന്നു. മീൻസും മെഷേഴ്സും നല്ലൊരു മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസും മെഷേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു മെന്റൽ ഹൈജീൻ. ഓക്കെ.
ഇത്രയുമാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ടു പാരഗ്രാഫ്സ്, ആ ഒരു പേജിൽ കാണുന്ന 2 പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാമോ? മെന്റൽ ഹെൽത്ത്. ഞാൻ വായിക്കാം. Mental health. A healthy individual is not only physically healthy but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It includes a sound, efficient mind and controlled feelings. Health is a state of being sound or whole. കോളും എല്ലാം വന്നോ? ലീവായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഞാനൊന്ന് പറയാം. അപ്പൊ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, അല്ലെ, ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല, മെന്റലി ഹെൽത്തിയും കൂടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൽ നമ്മളത് പറഞ്ഞു. വെൽനെസിന്റെ കേസ് വന്നപ്പോൾ നമ്മൾ കുറേ വെൽനെസിന്റെ കുറേ ഫേസസ്, കുറേ ഏരിയ പറഞ്ഞു. ഇമോഷണൽ വെൽനെസ് എന്നൊക്കെ പറഞ്ഞ കുറേ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മളുടെ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ സൗണ്ട് എന്നുള്ള എന്താ പറയുക, കോൺഷ്യസ്, ആ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സൗണ്ട്, എഫിഷ്യന്റ് മൈൻഡ് വിത്ത് കൺട്രോൾഡ് ഫീലിങ്സ്, അല്ലെ, പല രീതിയിലുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. ആ അതിന്റെ എല്ലാ തലങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു. അത് തന്നെയാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത്. ബോഡി ആൻഡ് മൈൻഡിന്റെ ഹെൽത്ത് തന്നെയാണ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി എന്ന് മാത്രമേ അവിടെയുള്ളൂ, ആൻഡ് മൈൻഡിനും കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. നാലാമത്തെ ലൈനില് ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്. നമ്മളുടെ ബ്രെയിനില് കുറെ ന്യൂറോൺസ് ഉണ്ട്, അല്ലെ. ഈ ന്യൂറോൺസിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിലെ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാവില്ല. ബോഡിയിലെ മറ്റ് സെൽസ് പോലെയല്ല ബ്രെയിനിൽ. അത് വൺസ് നശിച്ചു കഴിഞ്ഞാൽ നശിച്ചു എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പൊ നമ്മളുടെ ബ്രെയിനിൽ പല രീതിയിലുള്ള നമ്മളുടെ ചിന്തകളും പല കാര്യങ്ങളും നടക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന കുറെ ഡിസ്റ്റർബൻസ്, ന്യൂറോട്ടിക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമുക്ക് പലപ്പോഴും. നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ തല പുകയുന്നു എന്നൊക്കെ പറയില്ലേ, അത് ഇത് തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ വല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ പല ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതിനൊരു ന്യൂറോട്ടിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ്, നമ്മുടെ ആ നാഡീവ്യൂഹം എന്നൊക്കെ പറയില്ല, അതിനൊരു ഡിസ്റ്റർബൻസ് വരും. അപ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ശരിയാകാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഡിസോർഡേഴ്സ്, ആൾക്കാർക്ക് പല രീതിയിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള കാരണം ആകും. ഇങ്ങനെ മെന്റൽ ഡിസോർഡേഴ്സ് പല രീതിയിൽ വരാം. ബൈപോളാർ ഡിസോർഡർ വരാം, സൈക്യാട്രിക് ഡിസോർഡർ വരാം, അങ്ങനെ പല നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും വരും. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഫിസിക്കൽ ഫാക്ടേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ എങ്ങനെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചിലപ്പോ ഭയങ്കര ഒരു ടെൻഷൻ, ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോഴേക്കും ഓരോരുത്തർക്കും അവരുടേതായ രീതിയുണ്ട് അതിനെ മാനേജ് ചെയ്യുന്നു. ചിലര് ചിലപ്പം അല്പനേരം ഒറ്റയ്ക്ക് ഇരിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യോ, മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചൊന്ന് പുറത്തു പോയിട്ട് വരാം, യാത്ര ചെയ്തിട്ട് വരാം, അങ്ങനെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാം, എവിടേക്കെങ്കിലും പോകാം, അങ്ങനെ ഓരോ രീതിയിലും ചെയ്യാൻ പറ്റുന്നവര് അതിനനുസരിച്ച് അത് ചെയ്യും. ചിലപ്പോൾ വളരെ അടുത്തൊരു സുഹൃത്തിനോട് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ ചിലർക്ക് ബീച്ചിലേക്കൊക്കെ പോകും, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരു സുഖം, അങ്ങനെയുള്ള രീതിയിൽ ചിലർക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്ന് ഉറങ്ങുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പല രീതിയിലായിരിക്കും പല ആളുകളും ഈ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത്.
നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കുമോ? വായിച്ചോണ്ട് ഇന്ന് അർസു വായിക്കാം. യെസ് പ്ലീസ്. ഞാൻ വായിക്കാം. ആ ഓക്കെ. വായിക്കട്ടെ. ആ നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ അടുത്ത ഭാഗം ആരതിയോ റസീനയോ നിങ്ങൾ രണ്ടുപേരും കൂടെ ലാസ്റ്റ് പോർഷൻസ് അത് തീർത്തോളൂ. ഈ ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കും, ബാക്കി അടുത്തത് വായിക്കട്ടെ. ഫ്രം ദിസ് മുതലല്ലേ മിസ്റ്റർ? യെസ് യെസ്. From this, one can conclude that mental health has two important phases. It is both individual and social. The individual has to be internally adjusted. He is self confident, sufficient, and free from internal conflict and tensions or errors. He is skillful enough to be able to adapt to new situations, but he achieves this internal adjustment in a social setup. It is within the social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success and happiness in achievement of everyday tasks, of living effectively with others and showing society considerable behavior. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ആരതി ബാക്കി വായിച്ചോളൂ കേട്ടോ. അപ്പൊ ശരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. മെന്റൽ ഹെൽത്തിന് രണ്ട് ഫേസസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് ഇൻഡിവിജ്വലും ഒന്ന് സോഷ്യലും. നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഡിവിജ്വൽ, പക്ഷെ എന്നാലും നമ്മളുടെ പല റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടെന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, പക്ഷെ ഫ്രണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. നമുക്കും അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും അല്ലേ. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് മറ്റുള്ളവരിലേക്ക്. അതാണ് രണ്ടാമതൊരു ഫേസ് സോഷ്യൽ എന്നും കൂടെ പറയുന്നത്. ഞാൻ മാത്രം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, എനിക്ക് ചുറ്റുമുള്ളവരെല്ലാരും ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നവരും എനിക്ക് ചുറ്റുമുള്ളവരും ഞാൻ കാണുന്നവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോഴാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് നല്ലതാന്ന് തോന്നുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പിനകത്ത് യെസ് ഐ ആം വെരി ഹാപ്പി എന്നുള്ള രീതിയിൽ ഇരിക്കുകയല്ല, മറ്റുള്ളവരെ എങ്ങനെയാണോ എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യും. അതാണ് രണ്ട് ഇമ്പോർട്ടന്റ് ഫേസസ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ നമ്മൾ ഇന്റേണലി പല കാര്യങ്ങളും അഡ്ജസ്റ്റഡ് ആകുന്നു അല്ലെ. നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, ഗ്രൂപ്പിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നിനോട് താല്പര്യം ഉണ്ടാവുമായിരിക്കും, പക്ഷെ എല്ലാവരും കൂടെ ഒരെണ്ണം പറയുമ്പോഴേക്കും യെസ് ഓക്കെ ഞാൻ അതും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ്. സോ നമ്മൾ അന്ന് ആ ഗ്രൂപ്പിൽ നമ്മൾ ഒന്ന് മേർജ് ആവും. ഒരു ഇന്റേണലി അഡ്ജസ്റ്റ്മെന്റും ആ ഒരു ഗ്രൂപ്പുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സെൽഫ് കോൺഫിഡന്റ്, നമുക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, ഒരു ചിന്താക്കുഴപ്പങ്ങള്, ടെൻഷൻ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് റിലീവ് ആകും. എന്നിട്ട് സ്കിൽഫുൾ ആകും, പ്രൊഡക്റ്റീവ് ആകും. അതാണ്. അതേസമയം നമ്മൾ ഭയങ്കര ലോ ആണ്, ഡൗൺ ആണെങ്കിൽ നമ്മൾ ഒരു കാര്യവും പ്രോപ്പർ ആയിട്ട് ചെയ്യില്ല. നമ്മൾ നല്ല സ്കിൽഫുൾ ആകുന്നു, പ്രൊഡക്റ്റീവ് ആകുന്നു, നമ്മുടെ കപ്പാസിറ്റി പുറത്തേക്ക് എടുക്കുന്നു, നമ്മൾ കേപ്പബിൾ ആകുന്നു പല കാര്യങ്ങളും ചെയ്യാൻ. ആ ഒരു സോഷ്യൽ സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം റെഡിയാകും. അങ്ങനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ മാറും. അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് എല്ലാം നമ്മുടെ എവറിഡേ ലൈഫിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം ഉണ്ടാവും. നമ്മൾക്ക് സൊസൈറ്റിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് മാറും. ഓക്കെ രതി, ബാക്കി അത് കൺക്ലൂഡ് ചെയ്തോളൂ, ബാക്കി ഫുൾ ആയിട്ട്. വായിക്കട്ടെ. ഓക്കെ പ്ലീസ്. Instruction involves the social situation of a classroom in which the teacher occupies the leader's position. A role is thus wandered from the teacher which requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. The important professional traits of a mentally healthy teachers are the following: good knowledge of subject matter in which he has specially, capacity and willingness to teach
effectively and mastery of communication skills, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines, capacity to work together to share experiences with the other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of the social expectation and an understanding of his social role, respect for identity and one's profession. സോ നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു. നമ്മൾ പറഞ്ഞു സ്കൂളിൽ അതിന്റെ നീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോ കുട്ടികൾ ഡീല് ചെയ്യുന്ന ഒരു ടീച്ചർ നമ്മളുണ്ടാവും അല്ലെ. സോ നമ്മളുടെ മെന്റൽ ഹെൽത്തോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ മുഖത്തൊരു മാറ്റം ഉണ്ടായാൽ അത് കുട്ടികളെ ബാധിക്കും അല്ലെ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. നമ്മള് ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാതെ വളരെ മുഷിഞ്ഞ് ഷാബി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് അത് കുട്ടികളെ ബാധിക്കും. മോൻ ചെറിയ ക്ലാസ്സിലായിരുന്നു, സയൻസ് പഠിക്കുന്ന ഒരു ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവരിങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, അടുത്ത വർഷം എന്റെ ക്ലാസ് ടീച്ചർ ആകണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം എന്നോട് വന്നപ്പോ ഇങ്ങനെ ടീച്ചർ എന്ന് ചിരിച്ചില്ല. അപ്പൊ ആ ഒരു ചെറിയ ഏജില് ആ ഒരു ടീച്ചർ അന്നത്തെ ഒരു ദിവസം ചിരിക്കാതിരുന്നത് കുട്ടിയെ ബാധിച്ചു. കാരണം അവൻ അന്ന് വരെയും കണ്ടിരുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ടീച്ചർ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കണം ടീച്ചർ അന്ന് ചിരിച്ചില്ല എന്നുള്ളത് ആ കുട്ടിയെ ബാധിച്ചു. അത് അവൻ ഭയങ്കര ഒരു വിഷമമായി. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ കാണുന്ന കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ അവരുമായിട്ട് നല്ല മേർജ് ആവുന്നു, അവരുമായിട്ട് കളിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടേഴ്സ്, അവരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ വേണം. നമുക്കറിയാം ഫിസിക്കലി, സോഷ്യലി, മെന്റലി എല്ലാം, ഇമോഷണലി എല്ലാം ഹെൽത്തി ആയിരിക്കണം, ഒരു പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. അവർ ആ ഒരു കുട്ടിയായിട്ടുള്ള കണക്റ്റഡ് ആകുന്നത്, ആ കുട്ടിയുടെ പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നു, ആ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അങ്ങനെ ഒരു ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഫാമിലിയായിട്ട് കണക്റ്റഡ് ആകും. ഒരു സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരാളാണ് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ കണക്റ്റഡ് ആവുന്ന ആളാണ് ടീച്ചർ. ടീച്ചർക്ക് ഡെഫിനറ്റ്ലി വേണം, എന്ത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ സബ്ജക്റ്റിൽ ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കണം ഒരു മെന്റലി ഹെൽത്തി ടീച്ചർക്ക്. പിന്നെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. കാരണം ഈ ഒരു ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ബുദ്ധി വികാസം, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നത്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇതിന്റെ ബേസ് വരുന്ന ഒരു പ്രായം തന്നെയാണ് 3 to 6 years എന്ന് പറയുന്നത്. ഈ ഒരു പ്രായത്തിൽ ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റുമാണ്, പ്രോഗ്രസീവ് ആണ്, പെട്ടെന്നാണ് ഡെവലപ്മെന്റുകൾ നടക്കുന്നത്. അപ്പൊ ആ ഏജിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് അത് നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യണം, അപ്ഗ്രേഡഡ് ആയിരിക്കണം ടീച്ചർ. പുതിയ കാലഘട്ടങ്ങളിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കാനുമായിട്ട് അവർക്ക് അപ്ഗ്രേഡ് ആയിരിക്കണം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അവര് അതിനെ പറ്റുന്ന പ്രൊഫഷണൽ ബുക്സും മാഗസീൻസും എല്ലാം തറവായിട്ട് അവർ സ്റ്റഡി ചെയ്തിരിക്കണം. പിന്നെ അവർ ഒറ്റയ്ക്കല്ല ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്, ഒരു ടീമിന്റെ കൂടെയാണ്, വേറെയും ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആ ഒരു കോപ്പറേഷൻ, ആ ഒരു മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് അതുണ്ടായിരിക്കണം. റെസ്പോൺസിബിലിറ്റി, അവരുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അവരറിഞ്ഞിരിക്കണം. പിന്നെ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയണം, അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു കുട്ടി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ കമ്പയർ ചെയ്ത് അവനെ പോലെ ആകാൻ നോക്കൂ, ആ രീതിയിലല്ല. പാർഷ്യലായിരിക്കരുത് ടീച്ചർ, ബയസ്ഡ് ആയിട്ട് പെരുമാറരുത്. പിന്നെ ആ ഒരു സൊസൈറ്റിയിൽ എന്റെ റോൾ എന്താണ് എന്ന് ആ ഒരു ടീച്ചർ തിരിച്ചറിയണം. ഞാൻ എന്തിനെല്ലാം കമ്മിറ്റഡ് ആണ്, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്. പിന്നെ ഏതൊരു ആളുകളുടെയും വ്യക്തികളുടെയും പ്രൊഫഷനെ അത് റെസ്പെക്ട് ചെയ്യാനും അവരുടെ ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യാനും പറ്റണം ഒരു ടീച്ചർക്ക്. കുട്ടികളുടെ പാരന്റ്സ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും അല്ലെ. ആ പാരന്റ്സിന്റെ ജോബ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കൊളീഗ്സ്, ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, ഏതൊരു ജോലിക്കാരാണെങ്കിലും അവരെല്ലാം അവരുടെ ഐഡന്റിറ്റി എല്ലാം റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്, ചില ഇൻസിഡൻസ് ആഡ് ചെയ്യാനുണ്ട്.
അത് കൂടാതെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ആരാ എടുത്തേ? അപർണ ടീച്ചറാണോ? Yes, ma'am. Abarna miss എടുത്തത് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, സോ യു നോ ദാറ്റ് എങ്ങനെ നമുക്കൊരു മുറിവ് വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ പൊള്ളൽ വന്നാൽ എന്ത് ചെയ്യണം. അതിപ്പോ എടുക്കാതെ തന്നെ നമുക്കറിയാം. നമ്മളൊരു വീട്ടില് താമസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം, നമ്മുടെ കൂടെയുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. സോ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇനി മനസ്സിന് മുറിവേറ്റാൽ എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും? നമുക്ക് സെൽഫ് ഹീലിംഗും വേണം, മറ്റുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു ടോപ്പിക് അഡീഷണലി നമ്മുടെ ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ അത് എടുക്കും. എല്ലാ ബാച്ചിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം ആസ് ആൻ ഇൻഡിവിജ്വൽ പ്രൊഫഷണലി ഒരു ടീച്ചർ എന്നുള്ള നിലയിലൊക്കെ നമ്മളത് അറിഞ്ഞിരിക്കും. ചിലപ്പോൾ നമുക്ക് കുട്ടികളെ ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കുട്ടികളുടെ പാരന്റ്സിന് നമ്മളുടെ സപ്പോർട്ട് വേണ്ടതായിട്ട് വരും, കൂടെയുള്ള അതർ ടീച്ചേഴ്സിന് നമ്മുടെ സപ്പോർട്ട് വേണ്ടിയിട്ടുള്ളതായിട്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ നൈബർഹുഡിലുള്ളവർ, അവർക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒരു മനസ്സിനേറ്റൊരു മുറിവ് അത് ഹീൽ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഹീൽ ആവാനും സമയമെടുക്കും. ഒരു മുറിവ് വന്നാൽ നിങ്ങൾ അതിനകത്ത് ഒരു മരുന്ന് വെച്ച് കെട്ടി അത് ഉണക്കും. ഉണങ്ങി കഴിയുമ്പോൾ സ്കാർ അവിടെ കാണും. അപ്പൊ അത് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും. എന്തൊക്കെ നല്ല നല്ല പ്രോഡക്ട്സ് കിട്ടാമോ വാങ്ങിച്ചത് തേച്ച് ആ പാട് മാറ്റും. അത്രയും കെയർ നമ്മളവിടെ എടുക്കും. അപ്പൊ മനസ്സിന് ഏൽക്കുന്ന മുറിവും അവിടെയും നമ്മൾ കെയർ എടുക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് തന്നെയാണ് അത്. മനസ്സിനേറ്റ മുറിവ് നമുക്ക് ഉണക്കണമല്ലോ, അത് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. സോ 2-3 ഇൻസിഡൻസ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതും കൂടെ ഞാൻ പറയാം. എന്നെ ഓർപ്പിച്ചോളൂ. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഇടയ്ക്ക് ഞാൻ എഴുതുന്നത് കണ്ടത്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ക്ലാസ്സിലും എല്ലാവരോടും എന്റെ ന്യൂ ഇയർ ആശംസകൾ പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. 11 പുതിയ ബാച്ചിന്റെ 20 ബാച്ചിന്റെ അപ്പൊ അവരെ നോക്കിയിരിക്കണം. ഓക്കെ, ഞാനത് ലീവ് ചെയ്തോട്ടെ. Thank you, Miss. Happy New Year. ഹാപ്പി ന്യൂ ഇയർ.